Last classes നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ ഗിവൺ എ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് യു ക്യാൻ find the overall gain or transfer function using Mason's gain formula. Okay, and next topic we have to find transfer function or overall gain of a control system. For that you have given a block diagram of that control system and you have to convert this block diagram to signal flow graph. Okay, so first you have to convert block diagram to signal flow graph. Then you have to find the transfer function using Mason's gain formula. Okay, ബ്ലോക്ക് ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ റൂൾസ് യൂസ് ചെയ്തിട്ട് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിരുന്നു. സോ ഈ കേസിൽ നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിന് ഫസ്റ്റ് വി ആർ കൺവേർട്ടിംഗ് ദിസ് ബ്ലോക്ക് ഡയഗ്രാം ടു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആൻഡ് ആഫ്റ്റർ converting to signal flow graph we are finding transfer function using Mason's gain formula. Okay, so how to convert a block diagram to signal flow graph? First you have to assume nodes at signal flow graph എന്തൊക്കെയാ main components? What are the main components signal flow graph? Nodes and branches. Okay, signal flow graph nodes and branches ആണ്, but in block diagram you have summing point, branch point and blocks. Okay, so first you have to assume nodes at input, output and at every summing point and at every branch point and in between cascade blocks. Okay, തന്നിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രത്തിൽ നോഡ്സ് അസ്യൂം ചെയ്യുക. എവിടേക്കാണ് അസ്യൂം ചെയ്യേണ്ടത്? അറ്റ് ദി ഇൻപുട്ട്, ഔട്ട്പുട്ട്, അറ്റ് എവറി സമ്മിങ് പോയിന്റ്, at every branch point and in between cascaded blocks. Cascaded blocks means two blocks are connected ഒരു സീരീസ് കണക്ഷൻ പോലെ, വണ്ണിന്റെ ഔട്ട്പുട്ട് മറ്റേതിന്റെ ഇൻപുട്ടായി കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇവിടെയൊക്കെ നിങ്ങൾ ഫസ്റ്റ് നോട്ട്സ് അസ്യൂം ചെയ്യുക. തന്നിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രത്തിൽ അസ്യൂം നോട്ട്സ് അറ്റ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, സമ്മിങ് പോയിന്റ്, ബ്രാഞ്ച് പോയിന്റ് ആൻഡ് കാസ്കേഡഡ് ബ്ലോക്സ്. ഓക്കെ, then draw the nodes separately a small circle and number the circles in the order 1, 2, 3. അതായത് നോഡ് അസ്യൂം ചെയ്യുക, നോഡ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പർ ചെയ്യുക, 1, 2, 3 ഓർഡറിൽ നമ്പർ ചെയ്യാം. And from the block diagram find the gain between each node in the main forward path and connect all the corresponding circles by straight lines and mark the gain between the nodes. ഓക്കെ, സോ ഫസ്റ്റ് തന്നിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രത്തിൽ നോട്ട്സ് മാർക്ക് ചെയ്യുക. എവിടെയൊക്കെയാണ് നോട്ട്സ് വേണ്ടത് നോക്കുക. ഇൻപുട്ട് ഉണ്ടാവും, അവിടെ ഇൻപുട്ട് ഓരോ സ്ഥലത്ത് ഏതൊക്കെയാണെന്ന് നോക്കി നോഡ് മാർക്ക് ചെയ്യുക. ദെൻ യു ഹാവ് ടു നമ്പർ നോട്ട്സ് ആസ് 1, 2, 3. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദ ഗെയിൻ ബിറ്റ്വീൻ ദീസ് ടു നോട്ട്സ്. ദെൻ യു ഹാവ് ടു draw the branches and you have to mark the gain. Okay, and from the block diagram find the gain between each node. ഓരോ നോഡിനും ഇടയിലുള്ള gain കണ്ടുപിടിക്കുക. Then you have to connect all the corresponding circles by straight lines and mark the gain between the nodes. Okay, then draw the feed forward path between various nodes and mark the gain of feed forward path along with sign. അതായത് ഫസ്റ്റ് നോട്ട്സ് എല്ലാം മെയിൻ ഫോർവേഡ് പാത്തിലെ നോട്ട്സ് മാർക്ക് ചെയ്തതിന് ശേഷം ഗെയിൻ മാർക്ക് ചെയ്യുക മെയിൻ ഫോർവേഡ് പാത്തിൽ. ദെൻ ഡ്രോ ദി ഫീഡ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ പാത്ത്, അതായത് മേലെയായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തില്ലേ പാരലൽ പാത്തുകൾ. സോ പാരലൽ പാത്തിന്റെ ഗെയിൻ മാർക്ക് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഡ്രോ ദി ഫീഡ്ബാക്ക് പാത്ത്. Then you can draw the feedback path between various nodes and mark the gain of feedback path along with sign. Okay, so ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നതിൽ നിങ്ങൾ ഫസ്റ്റ് നോട്ട്സ് കണ്ടുപിടിക്കുക, അറ്റ് നോട്ട്സ് മാർക്ക് ചെയ്യുക അറ്റ് ഇൻപുട്ട്, സമ്മിങ് പോയിന്റ്, ഔട്ട്പുട്ട് ആൻഡ് ഇൻ ബിറ്റ്വീൻ കാസ്കേഡ് ബ്ലോക്സ്. ഓക്കെ, സോ ഈ രീതിയിൽ നോട്ട്സ് എവിടെയാണ് നോട്ട്സ് നോക്കുക, മാർക്ക് ചെയ്യുക. ദെൻ നമ്പർ ദി നോട്ട്സ് ആർ 1, 2, 3, 4 and 5. ദെൻ ഫൈൻഡ് ദി ഗെയിൻ ബിറ്റ്വീൻ നോട്ട്സ് ഇൻ ദി മെയിൻ ഫോർവേഡ് പാത്ത്. അതായത് മെയിൻ ഫോർവേഡ് പാത്തിൽ ഗെയിൻ എത്രയാണ് ട്രാൻസ്ഫർ ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കുക, ഗെയിൻ മാർക്ക് ചെയ്യുക. ദെൻ യു ഹാവ് ടു ഡ്രോ ദി ഫീഡ് ഫോർവേഡ് മീൻസ് പാരലൽ പാത്ത്. ഓക്കെ, സോ ഈ രീതിയിൽ പാരലൽ പാത്ത് ഉണ്ടാവും, അത് മാർക്ക് ചെയ്യുക. ദെൻ യു ഹാവ് ടു ഡ്രോ ഫീഡ്ബാക്ക് പാത്ത് ആൻഡ് യു ഹാവ് ടു മാർക്ക് ദി ഗെയിൻ വിത്ത് സൈൻ. അതായത് സമ്മിങ് ബ്ലോക്കിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വരും, മൈനസ് ആണെങ്കിൽ മൈനസ് വരും. ഓക്കെ, ദെൻ നൗ യു ക്യാൻ ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസിങ് Mason's gain formula. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും.
So question എഴുതാം. Convert the given block diagram to signal flow graph and determine C of S by R of S. Convert the given block diagram to signal flow graph and determine C of S by R of S. Convert the given block diagram to signal flow graph and determine C of S by R of S. So solution again you have to draw this block diagram. Okay, block diagram ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുക. Then ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ വേണം നോട്ട്സ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഞാനിവിടെ പിന്നെ വരക്കുന്നില്ല, ഇതിൽ തന്നെ മാർക്ക്. നിങ്ങളുടെ സൊല്യൂഷൻ എഴുതുമ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രാം അതുപോലെ എടുത്ത് വരക്കുക. Then you have to mark notes. എവിടെയൊക്കെയാണ് നോട്ട്സ് വരിക? ഇൻപുട്ട്. ഓക്കെ, സോ ഇവിടെ ആർ ഓഫ് എസ് ഇൻപുട്ട് ആണ്. ഇവിടെ ഒരു നോഡ് ഉണ്ടാവും, നോഡ് 1. മെയിൻ പാത്തിൽ പോയിട്ടാണ് നോഡ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു നോഡ് വരും, നോഡ് 1. ദെൻ അറ്റ് സമ്മിങ് പോയിന്റ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു സമ്മിങ് പോയിന്റ് ആണ്. ദെൻ സെക്കൻഡ് നോഡ് അറ്റ് ദിസ് സമ്മിങ് പോയിന്റ്. Then next ഈ പാത്തിൽ വരുന്നത് ബ്രാഞ്ച് പോയിന്റ്. ഓക്കെ, the third node at this point. Then here one branch point. Then fourth node. Then here one summing point, fifth node. Then at the output, sixth node. Okay, so these are the nodes. So you have to mark nodes at input, summing point, branch point, and output side. Okay, now you can draw signal flow graph. You can mark nodes separately. 1, 2, 3, 4, 5, 6. Okay, 6 nodes mark here. Then you can draw the branches. 5, 6. Then mark branches in between nodes. And you can mark the gain. So ഇവിടെ നോക്കുക, node 1 is input node and node 2 is summing point. Okay, so gain ഇവിടെ എന്തായിരിക്കും? Input directly given to summing point. So you can mark the gain as 1. Okay, node 1 to 2. Node 1 is input and node 2 is summing point. So in between gain 1. Then node 2 to 3. Node 2 is summing point and node 3 branch point ആണ്. സോ ഇതിന്റെ ഇടയിൽ എന്താ ഗെയിൻ വരുന്നത്? സമ്മിങ് പോയിന്റിന്റെ ഔട്ട്പുട്ട് ഡയറക്ട്ലി ബ്രാഞ്ച് പോയിന്റിലേക്ക് പോവാണ്. ഓക്കെ, സോ ഇവിടെ സെപ്പറേറ്റ് ഗെയിൻ ഇല്ല. സോ യു ക്യാൻ മാർക്ക് 1. Then node 3 to 4. Node 3 to 4 gain G1. Node 3, 4 in between gain G1. Then node 4 to 5. Node 4 to 5, 4 ഇവിടെയാണ് G2. Then 5 summing point in between gain G2. Then 5 to 6, 5 summing point, 6 output node. So no gain here. So you can mark 1. Okay, so main path gains mark ചെയ്തു. Now you have to mark the gain in forward path. So forward path എവിടെയാ വരുന്നത് നോക്കാം. One forward path here. Okay, so ഇതൊരു forward path ആണ്. Node 3 to node 5. Okay, so ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് here it's a summing point. Okay, summing pointൽ സൈൻ നോക്കണം, പ്ലസ് ആണോ മൈനസ് ആണോ. ഓക്കെ, സോ 3 to node 5 summing point, here it's minus. Okay, so you have to add minus to this gain G3 and you can mark it as minus G3. So node 3 to node 5. Okay, node 3 to 5 ആണ് feed forward path. Then ഇവിടെ gain G3 ആണ്. Then it is given to minus of summing point. So you have to mark this gain as minus G3. Okay. Then next feedback path. Feedback path from node 4 to
node 2. Okay, here also you have to check the sign. Here gain H and summing point negative. Okay, so you can mark it as minus H. So 4 to 2 with sign minus H. Okay, so this is the signal flow graph for the given block diagram. First node mark here, then in between nodes gain mark here, then you have to mark the gain in the forward path, then feedback path. Okay, so ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമ്മിങ് പോയിന്റിൽ പ്ലസോ മൈനസോ ആ സൈൻ നോക്കണം. അതായത് ഇവിടെ സൈൻ നോക്കാതെ G3 എന്ന് മാർക്ക് ചെയ്യാൻ പാടില്ല. സോ ഇവിടെ മൈനസ് ആണ് സമ്മിങ് പോയിന്റ്, സോ യു ഹാവ് ടു മാർക്ക് minus G3. ഹിയർ ഓൾസോ മൈനസ്, സോ minus H. Okay, so now you can find the transfer function using Mason's gain formula. Okay, so Mason's gain formula use ചെയ്തിട്ട് equation transfer function equal to sigma over k pk delta k divided by delta. Okay, so you can find the forward path, then loops, then substitute in equation. Okay, ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഓക്കെ, ഫോർവേഡ് പാത്ത് എത്രയുണ്ട് കണ്ടുപിടിക്കാം. ഫോർവേഡ് പാത്ത് k ഈക്വൽ ടു ഇത്ര ഫോർവേഡ് പാത്ത് വരും ഇതില് 1 direct path here, then one path node 1 2 3, then 3 to 5, then 5 to 6. Okay, so forward path 2, and you can draw the forward path and find the gain P1 and P2. Node 1 3 4 5 6 ഇതെല്ലാം നിങ്ങൾ രണ്ട് പ്രോബ്ലം ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയി പറയാതെ. ഓക്കെ, കൺവേർഷൻ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ന്യൂ ടോപ്പിക് ആയിട്ട് വരുന്നുള്ളൂ. G1 G2 1. Then you can find P1 as will get G1 into G2. Then second forward path node 1 2 3, then 3 to 5, then 5 to 6. Okay, minus G3, then here 1 1 2 3 5 6. So P2 will get as minus G3, P1 and P3. Okay, now you can find the loops, number of loops. Only one loop is here. Okay, loops 2 3 4, then reverse path. Then L1 is equal to minus G1 H. You can find delta. ഒരു ലൂപ്പ് മാത്രമേ ഉള്ളൂ. സോ ഗെയിൻ പ്രൊഡക്ട്സ് ഒന്നും വരുന്നില്ല, നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നും ഇവിടെ കാണേണ്ട കാര്യമില്ല. ഓക്കെ, now you can find the value of delta. Delta equal to 1 minus sum of individual loop. ആകെ ഒരു ലൂപ്പേ വരുന്നുള്ളൂ. സോ delta equal to 1 minus G1 H വരും. Then P1 P2 കിട്ടി. Then delta 1 equal to 1 വരും. ഓക്കെ, സോ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ വേറെ പാർട്ട് ഒന്നും കിട്ടില്ല. സോ ഡെൽറ്റ 1 ഈക്വൽ ടു 1 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. കൺവേർട്ട് ദി ബ്ലോക്ക് ഡയഗ്രാം ടു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആൻഡ് ഡിറ്റർമിൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസിങ് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ തന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, സോ അത് ക്വസ്റ്റ്യൻ ഏതാണോ പറഞ്ഞത് അതിനനുസരിച്ചിട്ട് ചെയ്യണം, അല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡ് ചെയ്ത് വെക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ റൂൾസ് യൂസ് ചെയ്യാം. ദെൻ കൺവേർട്ട് ബ്ലോക്ക് ഡയഗ്രാം ടു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്നാണെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ അത്രയാണ് ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. നെക്സ്റ്റ് ടോപ്പിക് electrical analogous of mechanical system. Okay. Electrical analogous of mechanical system. അതായത് നമ്മൾ ഫസ്റ്റ് മെക്കാനിക്കൽ സിസ്റ്റംസ് പഠിച്ചു കഴിഞ്ഞു.
two types of mechanical system, that is mechanical translational system and mechanical rotational system. Okay, so translational system means a system with translational movement, and rotational system with rotational movement. Okay, and we have found the transfer function for both mechanical translational system and mechanical rotational system. Okay. And here we are finding electrical analogus of mechanical system. അതായത് നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനലോഗസ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം കണ്ടുപിടിക്കാം. യു ആർ ഗിവൺ എ മെക്കാനിക്കൽ സിസ്റ്റം, എയ്തർ ഇറ്റ് മേ ബി റൊട്ടേഷണൽ സിസ്റ്റം ഓർ ട്രാൻസ്ലേഷണൽ സിസ്റ്റം. യു ഹാവ് ടു ഫൈൻഡ് ദി അനലോഗസ് ഇലക്ട്രിക്കൽ സിസ്റ്റം. തന്നിരിക്കുന്ന മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസിന് അനലോഗസ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം കണ്ടുപിടിക്കുക. അതാണ് ഇലക്ട്രിക്കൽ അനലോഗസ് ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം. ഓക്കെ, സോ സിൻസ് ഇലക്ട്രിക്കൽ സിസ്റ്റം ഹാസ് ടു ടൈപ്പ് ഓഫ് ഇൻപുട്ട്, ദർ ആർ ടു ടൈപ്പ് ഓഫ് അനലോഗീസ്. അതായത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ഏതൊക്കെയാണ് ഇൻപുട്ട് വരുന്നത്? വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് ക്വാണ്ടിറ്റി വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. സോ യു ഹാവ് ടു അനലോഗീസ്. വൺ ഈസ് ഫോഴ്സ് voltage analogy and force current analogy. Okay, അത് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഫോഴ്സ് ആണ്. മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ ഇൻപുട്ട് ഫോഴ്സ് ആണ്. ദെൻ റൊട്ടേഷണൽ സിസ്റ്റം ആണെങ്കിൽ ഇൻപുട്ട് ടോർക്ക് ആയിരിക്കും. ഓക്കെ, ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഫോഴ്സ്, ദെൻ റൊട്ടേഷണൽ സിസ്റ്റം ആണെങ്കിൽ ഇൻപുട്ട് ഈസ് ടോർക്ക്. ഓക്കെ, ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം യു ക്യാൻ ഹാവ് either the input may be voltage or current. Okay, so we can find two analogies, that is force voltage analogy and force current analogy. And in case of rotational system you can find torque voltage analogy and torque current analogy. രണ്ട് അനലോഗസ് സർക്യൂട്ട് ഉണ്ടാവും, ഫോഴ്സ് വോൾട്ടേജ് ആൻഡ് ഫോഴ്സ് കറണ്ട്. അതുപോലെ റൊട്ടേഷണൽ സിസ്റ്റത്തിന്റെ കേസിൽ ടോർക്ക് വോൾട്ടേജ് ആൻഡ് ടോർക്ക് കറണ്ട് അനലോഗ്. ഫോഴ്സ് വോൾട്ടേജ് അനലോഗി ആൻഡ് ഫോഴ്സ് കറണ്ട് അനലോഗി, ഓർ ടോർക്ക് വോൾട്ടേജ് അനലോഗി ആൻഡ് ടോർക്ക് കറണ്ട്. ഫോഴ്സ് ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയാണ്. ഓക്കെ, സോ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി മീൻസ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ലേഷൻ സിസ്റ്റം, ട്രാൻസ്ലേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ കേസിലാണ് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി വരിക. ഇൻ കേസ് ഓഫ് റൊട്ടേഷണൽ സിസ്റ്റം ടോർക്ക് വോൾട്ടേജ് അനലോഗി. ഓക്കെ, സോ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി മീൻസ് ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഫോഴ്സ് ആണ്, കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ആയിരിക്കും ഇൻപുട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ. ഓക്കെ, then you have to find analogous quantities for each element in the mechanical system. Okay, so mechanical സിസ്റ്റത്തിൽ വരുന്ന ഓരോ ക്വാണ്ടിറ്റിക്കും അനലോഗസ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സിമ്പിൾ ഇക്വേഷൻ, അതായത് മാസ് സ്പ്രിംഗ് ഡാമ്പർ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ മാസ് സ്പ്രിംഗ് ഡാമ്പർ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരുന്നത്? എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി. ഓക്കെ, ഒരു സിമ്പിൾ സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് ആണ്, ദെൻ എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ദെൻ ബൈ റൈറ്റിംഗ് ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻ യു ക്യാൻ റൈറ്റ് m d square x by dt square plus b dx by dt plus kx equal to f of t. Okay, and if you are taking velocity equal to എന്ത് എഴുതാം? dx by dt. Okay, so velocity ന്റെ ടേംസിലാണ് എഴുതുന്നെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? m dv by dt plus bv plus k into integral v dt equal to f of t. Okay, അതായത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ സിസ്റ്റം എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി. നമ്മൾ മുന്നേ പ്രോബ്ലം ചെയ്താണ്. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി യു ക്യാൻ റൈറ്റ് എം ഡി വി ബൈ ഡി ടി പ്ലസ് ബി വി പ്ലസ് കെ ഇന്റഗ്രൽ വി ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി.
Okay, so here v is the velocity. Okay, so velocity is equal to dx by dt. Okay, so d square x by dt square, you can write dv by dt and dx by dt v, and for x you can write integral v dt. Okay, so similar to this one, you can write in electrical system L, if V is the voltage, you can write L di by dt for an RLC series circuit, L di by dt plus Ri plus 1 by C integral I dt. So ഇതൊരു RLC series circuit equation ഇതാണ്. Okay, so RLC series circuit, if V of t is the applied voltage and I is the current, you can write L di by dt plus Ri plus 1 by C integral I of dt equal to V of t. Okay, so these two equations are similar equations. This is the equation for mechanical translational system and this for RLC series circuit. Okay, so these two equations are similar equations. So we are constructing force voltage analogy using these two equations. Okay, so force voltage analogy le analogous quantities കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് equations യൂസ് ചെയ്തിട്ടാണ്. Analogous quantities എന്ന് പറയുന്നത് for force, the analogous quantity is voltage. Okay, and for mass, analogous quantity is inductor L, and for B, R, then K, 1 by C. Okay, so these are the analogous quantity. അതായത് രണ്ട് equations, ഒന്ന് നമ്മൾ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ എഴുതി, then other one for RLC series ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒന്ന് മെക്കാനിക്കൽ സിസ്റ്റം ആണ്, ഒന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. ഓക്കെ, സോ രണ്ട് സിമിലർ ഇക്വേഷൻസ് ആണ്. സോ അത് കമ്പയർ ചെയ്യുക, അനലോഗസ് ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, സോ ഈ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് അനലോഗസ് സർക്യൂട്ട് വരയ്ക്കുന്നത്. ഓക്കെ, സോ അനലോഗസ് ക്വാണ്ടിറ്റീസ് വരിക നിങ്ങൾക്ക് ഫോഴ്സിന് അനലോഗസ് ആയിട്ട് ക്വാണ്ടിറ്റി വോൾട്ടേജ്, ദെൻ ഫോർ മാസ് L and B, R and K, 1 by C, and for velocity, this V velocity, for velocity, here you will get current. Okay, so these are the analogous quantities in force voltage analogy. Okay, these are the analogous quantities in force voltage analogy. Okay, in a rotational case consider ചെയ്യുമ്പോൾ വരും, ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷനിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും, ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോർക്ക് വരും. ഓക്കെ, and in case of mass we will get moment of inertia, B and K same quantity. Okay, in case of velocity, here you will get rotational velocity omega. Okay, so torque voltage analogy ആണെങ്കിൽ these are the analogous quantities for torque voltage, then for J, L, then B, R and K, 1 by C. Okay, so ഈ analogous quantities യൂസ് ചെയ്തിട്ടാണ് നമ്മൾ force voltage analogy വരയ്ക്കുന്നത്. Okay, so force voltage analogy ഫസ്റ്റ് നിങ്ങൾക്കൊരു മെക്കാനിക്കൽ സിസ്റ്റം തന്നിരിക്കും. ഓക്കെ, then you have to draw the force voltage analogy of that mechanical system. Okay, so force voltage analogy വരയ്ക്കാൻ ഫസ്റ്റ് നിങ്ങൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെയാണ് അതിൽ എലമെന്റ്സ് നോക്കുക, then എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗസ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, then അനലോഗസ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ in case of force voltage analogy, for each mass in the mechanical system you have to mark a mesh. ഓക്കെ, സോ അത് നിങ്ങൾ വോൾട്ടേജ് ഓർമ്മിച്ചാൽ മതി. വോൾട്ടേജ് പറയുമ്പോൾ എന്താണ്, KVL, കിർച്ചോഫ് ലോ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് പറയുമ്പോൾ കിർച്ചോഫ് വോൾട്ടേജ് നിങ്ങൾ ഏതിനാ എഴുതുന്നത്, മെഷിനല്ലേ. അപ്പൊ ഫോഴ്സ് വോൾട്ടേജ് വരുമ്പം ഇവിടെ എത്ര മാസ് ഉണ്ടാവോ അത്രയും മെഷസ് വരും. ഓക്കെ, സോ ഫൈൻഡ് ദി നമ്പർ ഓഫ് മാസസ് ഇൻ മെക്കാനിക്കൽ സിസ്റ്റം. എത്രയാണോ മാസസ് വരുന്നത് അത്രയും മെഷസ് വരും. അത് ഓർത്തിരിക്കുക. നിങ്ങൾ വോൾട്ടേജ് ഓർക്കുക, അതായത് ഫോഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് നിങ്ങൾ മെഷിലാണ് KVL അപ്ലൈ ചെയ്യുന്നത്, ആ രീതിയിൽ ഓർത്താൽ മതി. ഓക്കെ, സോ നമ്പർ ഓഫ് മാസസ് എത്രയാണോ അത്രയും മെഷസ് വരും. എന്നിട്ട് അത്രയും മെഷസ് മാർക്ക് ചെയ്യാം. ഇപ്പൊ 2 മാസ് ആണെങ്കിൽ 2 മെഷസ് വരും ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ. ഓക്കെ, then you have to mark all the analogous quantities in this mesh. Okay, so mass M എന്ന് പറയുന്ന 2 മാസ് ഉണ്ടെങ്കിൽ M1 and M2. Okay,
സോ M1 മാത്രം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടാവാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഫസ്റ്റ് മെഷിൽ മാർക്ക് ചെയ്യാം. ദെൻ M2 മാത്രം വരുന്ന ക്വാണ്ടിറ്റീസ് സെക്കൻഡ് മെഷിൽ മാർക്ക് ചെയ്യാം. ദെൻ M1 M2 വരുന്ന ഫോഴ്സസ് ഉണ്ടാവാം. സോ അത് രണ്ട് മെഷിലും കോമൺ ആയിട്ട്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് മെഷ് പറയുമ്പോൾ ഇങ്ങനെ ക്വാണ്ടിറ്റീസ് വരാം, L വരാം, റെസിസ്റ്റർ വരാം, കപ്പാസിറ്റർ വരാം. ഓക്കെ, സോ നിങ്ങൾ അനലോഗസ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നോക്കിപ്പോൾ രണ്ട് മാസസ് ആണെങ്കിൽ രണ്ട് മെഷ് വരും. അപ്പൊ നിങ്ങൾക്ക് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ മാസ്, സ്പ്രിങ്, ഡാമ്പർ. ഓക്കെ, സോ ഈ കേസ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ചില കേസിൽ ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് M1 M2 ഇടയിലാണ് വരുന്നത്. ഇത് കാരണമുള്ള ഫോഴ്സ് രണ്ടിലും വരും. ഓക്കെ, സോ ചില ഫോഴ്സ് M1 മാത്രമായിട്ടുണ്ടാവും, ചിലത് M2 മാത്രമായിട്ടുണ്ടാവും. ഓക്കെ, സോ M1 മാത്രം വരുന്ന ഫോഴ്സസ് ഫസ്റ്റ് നോഡില് ഫസ്റ്റ് മെഷിൽ മാത്രമായിട്ട് മാർക്ക് ചെയ്യാം. ഇഫ് അപ്ലൈഡ് force is applied to M1, you can mark the corresponding quantity voltage in mesh 1. Okay, so this ഇതൊരു ഡാമ്പർ ആണ് B. Okay, so damper is connected in between M1 and M2. So you can mark corresponding quantity. B ക്ക് corresponding ആയിട്ട് എന്താണ്, റെസിസ്റ്റർ ആണ്. Okay, so you can mark a resistor in between these two meshes. രണ്ടിനും കോമൺ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി M2 മാത്രമായിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഈ സെക്കൻഡ് മെഷിൽ മാത്രമായിട്ട് മാർക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സോ ഇതാണ് അനലോഗസ് ക്വാണ്ടിറ്റി. ഇത്രയും അനലോഗസ് ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫോഴ്സ്, വോൾട്ടേജ് അനലോഗി മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോഴ്സ്, കറണ്ട് അനലോഗിയും വരയ്ക്കാം. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അനലോഗസ് ക്വാണ്ടിറ്റീസ് ഇൻ ഫോഴ്സ്, ടോർക്ക്, വോൾട്ടേജ് അനലോഗി. മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ കേസിൽ ഫോഴ്സ് കറസ്പോണ്ടിങ് വോൾട്ടേജ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഫോർ വെലോസിറ്റി അനലോഗസ് ക്വാണ്ടിറ്റി യു വിൽ ഗെറ്റ് കറണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയപ്പോൾ കിട്ടിയത് വെലോസിറ്റി, കറണ്ട്. ദെൻ ഡിസ്പ്ലേസ്മെന്റ്, ചാർജ് Q, അത് നിങ്ങൾക്ക് ഇക്വേഷൻ ആവശ്യമില്ല. Then frictional coefficient for B, you will get resistance R, M, L, and for K, you will get 1 by C. Okay, and if it is a rotational system, for torque, voltage, then angular velocity, current, displacement Q, then B, R, J, ഇവിടെ M പകരം J വരും, J, L, and K 1 by C. Okay, so law apply ചെയ്യുന്നത് ഇവിടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. ഫോഴ്സ്, വോൾട്ടേജ് അനലോഗിയിൽ here you are applying Newton's second law. Okay, so now you can draw force, current analogy. In case of force, current analogy, the analogous quantity in electrical system is current and mechanical system force. Okay, so mechanical force in a corresponding analogous quantity വരുന്നത് electrical system current ആണ്. Then displacement, flux, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല വരയ്ക്കാൻ. ഇവിടെ ക്വാണ്ടിറ്റീസിൽ ചേഞ്ചസ് വരും. ഫോഴ്സ്, വോൾട്ടേജിലും ഫോഴ്സ്, കറണ്ടിലും നോക്കുമ്പോൾ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. അത് മാറിപ്പോവാൻ പാടില്ല. ഫോഴ്സ്, വോൾട്ടേജിൽ നിങ്ങൾക്ക് വന്നിരുന്നത് M, L, B, R ആൻഡ് K 1 by C ആണ്. ഈ കേസിൽ എന്താണ് വരുന്നത്? ഫോർ മാസ് യു വിൽ ഗെറ്റ് കപ്പാസിറ്റൻസ് C. ഫോഴ്സ്, കറണ്ട് വരുമ്പം ഇത് ഫോഴ്സ്, വോൾട്ടേജ്. ഫോഴ്സ്, വോൾട്ടേജ്. In case of force, current analogy, you will get M, C, B 1 by R and K 1 by L. Okay, the analogous quantity in force, current analogy. And here we are applying Kirchhoff current law. Okay, so for drawing force, current analogy, വേണ്ടത് ഫോഴ്സ്, വോൾട്ടേജിൽ എന്തായിരുന്നു, രണ്ട് മാസം ആയിരുന്നെങ്കിൽ രണ്ട് മെഷ് ആണ്. ഫോഴ്സ്, കറണ്ട് അനലോഗി വരുമ്പോൾ എന്ത് വരും? രണ്ട് മാസം ആണെങ്കിൽ അവിടെ രണ്ട് നോഡ്സ് വരും. അതായത് കിർച്ചോഫ് കറണ്ട് ലോ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത് ഓർത്താൽ മതി. ഫോഴ്സ്, കറണ്ട് മീൻസ് KCL, കിർച്ചോഫ് കറണ്ട് ലോ. ഓക്കെ, സോ കറണ്ട് ലോ യു ആർ അപ്ലൈയിങ് അറ്റ് നോഡ്. സോ ഇഫ് ദർ ആർ ടു മാസസ് ഇൻ മെക്കാനിക്കൽ സിസ്റ്റം, യു ഹാവ് ടു നോഡ്സ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഓക്കെ, ദെൻ മാസ് 1 മാത്രമായിട്ടുള്ള ക്വാണ്ടിറ്റീസ് എവിടെ മാർക്ക് ചെയ്യുക? നോഡ് 1 ടു റഫറൻസ് നോഡ്. ഒരു റഫറൻസ് നോഡ് ഉണ്ടാവില്ലേ? നോഡ് 1 റഫറൻസ് നോഡിനും ഇടയിലായിട്ട് മാർക്ക് ചെയ്യാം. The quantities common to mass M1 and M2 you can draw in between these two nodes. Okay, so അതാണ് ഡിഫറൻസ് വരുന്നത്.
ഫോഴ്സ് കറണ്ട് അനലോഗിയിൽ വരുമ്പം എത്ര മാസ് ഉണ്ടോ അത്രയും നോട്ട്സ് വരും. ദെൻ ഫസ്റ്റ് മാസിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസിനെ അനലോഗസ് ക്വാണ്ടിറ്റി ഫസ്റ്റ് നോഡിനും റെഫറൻസ് നോഡിനും ഇടയിൽ മാർക്ക് ചെയ്യും. ദെൻ രണ്ടിനും കോമൺ ആയിട്ടുള്ള മാസ് 1നും 2നും കോമൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് രണ്ട് നോഡിലും ഇടയിലായിട്ട് മാർക്ക് ചെയ്യും. So these are the analogous quantities in force voltage and force current analogy. Then write out this question. Question എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. Write the differential equations. Write the differential equations governing the mechanical system shown in figure. Write the differential equations governing the mechanical system shown in figure. And draw the force voltage and force current electrical analogous circuits and verify by writing mesh and node equations. Write the differential equations governing the mechanical system shown in figure. Draw the force voltage and force current electrical analogous circuits and verify by writing mesh and node equations. Mechanical system വരക്കുക. Here you have two masses m1 and m2. Then force is applied to mass m1. Then corresponding displacement x1 and velocity v1. And friction between m1 and ground b1. Then k1 in between m1 and m2. b12. Here it's b12. Then displacement of m2 is x2 and velocity v2. Then spring k2. Here damper B2. Okay. Okay. So first ഇതിൽ പറഞ്ഞിരിക്കുന്നത് write the differential equations governing the mechanical system. Okay. That you have already done. Differential equation governing the system എങ്ങനെ കണ്ടുപിടിക്കാം മെക്കാനിക്കൽ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് you have to draw the free body diagram of the masses. Then you have to write the force balance equation. Okay. So here you have two masses m1 and m2. First you have to draw the free body diagram of m1. m1ൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് മാർക്ക് ചെയ്യാം. Force f of t. Then force due to mass Fm1, it will oppose this applied force. Then force due to friction B1 will also oppose F of t. Then force due to friction B12, Fb12, and force due to spring K1. Okay. So this is the free body diagram of M1. And now you can write the force balance equation. The force balance equation, applied force F of t equal to sum of opposing forces, that is Fm1 plus Fb1 plus Fb12 plus Fk1. Okay. And Fm1 equal to m1 into d square. Here displacement is x1 dt plus b1 into dx1 by dt plus b12 into b12 എവിടെയാണ് between m1 and m2. Okay. So equation എഴുതുമ്പോൾ b12 into d by dt of x1 minus x2 plus k1 into k1 in between m1 and m2. So k1 into x1 minus x2. Okay. So this is the first differential equation f of t. So ഇവിടെ നിങ്ങൾക്ക് compare ചെയ്യണം equation. Okay. So for comparing the equation you have to convert this equation into velocity. Okay. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിലാണ് equation എഴുതിയത്. So you can convert into velocity. Velocity v equal to എന്ത് എഴുതാം, velocity v1 equal to dx1 by dt. Okay. Velocity v1 equal to dx1 by dt. Therefore you can write force equation as f of t equal to m1 into d square x1 by dt ക്ക് പകരം dt square ന് പകരം എന്ത് എഴുതാം, dx1 by dt plus v1 into velocity v1 plus v12 into velocity v1 minus v2 plus k1 into integral v1 minus v2 dt. Okay. So this is the equation in terms of velocity. Sorry, here x1 alla v1. Okay.
So clear ആണല്ലോ ഇത് ഇക്വേഷൻ in terms of velocity ഒന്നുമില്ല, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുന്നത് dx by dt equal to v velocity കൊടുക്കുന്നു. ഓക്കെ, next you can draw the free body diagram of mass m2. second massന്റെ free body diagram വരയ്ക്കാം. second massൽ applied force ഏതൊക്കെയാണ്? force due to mass, then force due to k1, k2, then force due to b12 and force due to b2. free body diagram of m2, fk1, fb12, fk2, fb2 and fm2. Okay, then force balance equation, here applied force equal to 0. So force balance equation, fk1 plus fb12 plus fk2 plus fb2 plus fm2 is equal to 0. ഇതിൽ ഇക്വേഷൻസ് എഴുതാം. m2 ആദ്യം എഴുതിക്കോട്ടെ, fm2 plus fb2 plus fb12 fk2 fk1. So fm2 എന്ത് വരും? m2 into their displacement. Question displacement is given as x2. Okay, so ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ് ഡിസ്പ്ലേസ്മെന്റ് x2. So m2 d square x2 by dt square plus b2 into b2 എവിടെയാ വരുന്നത് നോക്കുക, b2 dx2 by dt plus b12 d by dt of x2 minus x1 plus k1 into k1 connected in between m2 and m1. Okay, so k1 into x2 minus x1 plus k2 m2 ന് മാത്രമാണ്. So k2 into x2, this is equal to 0. Okay, so you can write in terms of velocity. In terms of velocity, you can write equation m2 into dv2 by dt plus b2 v2 plus b12 into b12 v2 minus v1 then k1 into integral v2 minus v1 dt plus k2 into integral v2 dt equal to 0. Okay, equations in number കൊടുക്കുക in terms of velocity. First the equation number 1 കൊടുക്കുക in terms of velocity, second one number 2. Okay, now you have to draw the force voltage analogy and then force current analogy. Okay, ഇതാണ് ഞാൻ രണ്ട് ഇക്വേഷൻസ് എഴുതിയത്, ഇതാണ് നിങ്ങൾക്ക് കിട്ടുക in terms of velocity. These are the two equations in terms of velocity. Then force voltage analogy, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, ജസ്റ്റ് അനലോഗസ് ക്വാണ്ടിറ്റീസ് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ്? ഗിവൺ മെക്കാനിക്കൽ സിസ്റ്റം യു ഹാവ് 2 മാസ്. ഓക്കെ, എത്ര മാസാണുള്ളത്? 2 മാസാണുള്ളത്, m1 and m2. So in force voltage analogy you have 2 meshes. Okay, and the force is applied to mass m1, it's represented by a voltage source in first mesh. Okay, അതായത് ഇതിൽ ഓരോന്നിലുള്ള അനലോഗസ് ക്വാണ്ടിറ്റീസ് നിങ്ങൾ എഴുതുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, ഇതിൽ എത്രയാണ്? യു ഹാവ് 2 masses, so you have 2 meshes in force voltage analogy. Okay, so force voltage analogy വരക്കുമ്പോൾ in force voltage analogy, since here you have 2 masses, you have 2 meshes in force voltage analogy. Okay, then force f of t applied to m1, so you have a voltage in first mesh. ഇനി ഫസ്റ്റ് മാസിന് മാത്രം വരുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ഫോഴ്സ് ഡ്യൂ ടു മാസ് m1. ഓക്കെ, സോ m1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഫസ്റ്റ് മെഷിലായിരിക്കും. then this b1 applied to m1 only. Okay, so corresponding electrical quantity in first mesh and k1 ന് corresponding ആയിട്ടുള്ള electrical quantity common to mesh 1 and 2. Similarly, the electrical quantity corresponding to b12 is common to m1 and m2. Okay, the given mechanical system has 2 nodes, hence force voltage analogous circuit will have 2 meshes. Okay,
So the force applied to mass m1 is represented by voltage source. Force ന് corresponding ആയിട്ടുള്ള mechanical quantity എന്താണ്? Voltage source. Okay. Then the elements m1, b1, k1 and b12 are connected to first node. Hence, they are represented by analogous element in mesh 1 forming a closed path. The elements K1, B12, M2 and K2, B2 are connected to second node. Hence, they are represented by analogous element in mesh 2 forming a closed path. The elements K1 and B12 are common between node 1 and 2. So, they are represented by analogous element as common elements between two meshes. Okay. So, ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ഇങ്ങനെ എഴുതണമെന്നില്ല. Okay. നിങ്ങൾക്ക് ക്ലിയർ ആവണം. അതായത് M1 മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ഫസ്റ്റ് മെഷിൽ മാത്രമായിട്ട് വരും. ദെൻ M2 മാത്രമുള്ളത് സെക്കൻഡ് മെഷിൽ മാത്രമായിട്ട് വരും. ദെൻ ഇൻ ബിറ്റ്വീൻ M1 ആൻഡ് M2 ഉള്ളത് മെഷിൽ രണ്ട് മെഷിനും കോമൺ ആയിട്ട് വരും. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അനലോഗസ് ക്വാണ്ടിറ്റീസ് എഴുതണം. ഇലക്ട്രിക്കൽ അനലോഗസ് എലമെന്റ്സ് ഫോർ ദി അത്രയും എക്സ്പ്ലനേഷൻ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ അനലോഗസ് ക്വാണ്ടിറ്റീസ് മാത്രം എഴുതാം. ഓക്കെ. So analogous quantities എഴുതിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കി എഴുതാൻ പറ്റും ഇത്. Okay. The electrical analogous element for the mechanical system are for force you can write voltage either E of t or V of t. Then this one velocity ആണ്. ഇത് മാറിപ്പോകരുത്. Here V1 and V2 these are two velocities V1 and V2 velocity. For velocity V1 I1 then velocity V2 I2 then for mass MLBR K1/C അങ്ങനെയായിരുന്നു. ഓക്കെ. സോ M1 L1 M2 L2 then B1 R1 B2 R2 B12 R12 K1 1/C1 and K2 1/C2. Okay. Now you can draw the electrical circuit. Okay. Force is applied to M1. So E of t in first mesh and L1 and R1 L1 എന്താണ്? M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലേ? സോ M1 എന്ന് പറയുന്നത് ഫസ്റ്റ് മെഷിൽ ഫസ്റ്റ് മാസിൽ മാത്രമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? L1 ഇൻഡക്ടർ ഫസ്റ്റ് മെഷിൽ മാത്രമായിട്ട് വരിക. Then B1 is applied to mass M1 only. So you can draw resistance R1 in first mesh. Okay. Then B12 and K1 B12 K1 between M1 and M2 ആണ്. സോ അതുകൊണ്ട് രണ്ട് മെഷിനും കോമൺ ആയിട്ട് വരിക കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ്. ഓക്കെ. R12 ആൻഡ് ഇവിടെ 1/C1 ആണ് അനലോഗസ് ക്വാണ്ടിറ്റി എങ്കിലും നിങ്ങൾ സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ C1 എഴുതിയാൽ മതി. ഓക്കെ. Then mass M2 force due to mass M2 is applied to M2 only. So L2 in second mesh only. Then B2 സെക്കൻഡ് മാസിലാണ്. അതുപോലെ തന്നെ K2 സെക്കൻഡ് മാസിൽ. ഓക്കെ. സോ ഇതാണ് ഫോഴ്സ് വോൾട്ടേജ് അനലോഗി. ഫോഴ്സ് വോൾട്ടേജ് അനലോഗസ് സർക്യൂട്ട്. ഓക്കെ. സോ ഫസ്റ്റ് മാസിൽ മാത്രമായിട്ട് വരുന്നത് ഫസ്റ്റ് മെഷിൽ മാത്രമായിട്ട് വരിക. ദെൻ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് രണ്ടിന്റെ ഇടയിൽ വരിക. ദെൻ സെക്കൻഡിൽ മാത്രം വരുന്നത് സെക്കൻഡ് മെഷിൽ മാത്രം. So this is the force voltage analog. Then ഇവിടെ രണ്ടിലും KVL ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങൾ ഇക്വേഷൻ എഴുതി നോക്കുക. അപ്പൊ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ വരും. ഓക്കെ. സോ അതുപോലെ യു ക്യാൻ ഡ്രോ ഫോഴ്സ് കറണ്ട് അനലോഗി. സോ ഫോഴ്സ് കറണ്ട് അനലോഗി വരുമ്പോൾ എന്ത് വരും? കറണ്ട് മീൻസ് കിർച്ചോഫ് കറണ്ട് ലോ നോഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഫോർ മാസ് യു ഹാവ് ടു നോഡ്സ്. ഓക്കെ. രണ്ട് നോഡ് ഉണ്ടാവും. ഫോഴ്സ് വോൾട്ടേജിൽ മെഷ് ആയിരുന്നു. ഫോഴ്സ് കറണ്ടിൽ യു ഹാവ് ടു നോഡ്സ്. ദെൻ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതാം. വെലോസിറ്റിക്ക് വോൾട്ടേജ്. ദെൻ മാസിന് MCBR K1/L ആണ്. ഈ അനലോഗസ് ക്വാണ്ടിറ്റീസ് എഴുതാം. ദെൻ യു ക്യാൻ മാർക്ക് ക്വാണ്ടിറ്റീസ് ഇൻ സർക്യൂട്ട്. ഓക്കെ. രണ്ട് നോഡ് മാർക്ക് ചെയ്യാം. നോഡ് 1 നോഡ് 2 വോൾട്ടേജ് V1 and V2. Then the elements connected in between M1 and M2 you can mark in between node 1 and 2. Then the elements applied only to mass M1 M1 മാത്രം വരുന്ന എലമെന്റിന്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ് നോഡ് 1 റഫറൻസ് നോഡിനും ഇടയിൽ മാർക്ക് ചെയ്യാം. ദെൻ M2 മാത്രമായിട്ട് വരുന്നത് നോഡ് 2 റഫറൻസ് നോഡ്. ഓക്കെ. Then you can write the KCL equation for comparing.
ഇതോടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. സോ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. ഇക്വേഷൻസ് എഴുതിയെടുക്കുക. നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഈ പ്രോബ്ലംസും ഉണ്ട് ലിൻവേഴ്സിൽ. ഇതിൽ എഴുതാത്തവർ അതിൽ എഴുതുക, അതിൽ നോക്കി എഴുതിയെടുക്കുക.